എന്റെ ഇതപര്യന്തമുള്ള അറിവിന്റെ, എന്റെ പൂർവപൂർവ സ്മരണകളുടെ അഗാധ ഗർത്തങ്ങളിൽ ആരോരും അറിയാതെ വേണ്ടപ്പെട്ടവരിൽ നിന്നും കൂട്ടരിൽ നിന്നും കൂട്ടാളികളിൽ നിന്നുമെല്ലാം ഞാൻ ഒഴിഞ്ഞുമാറി അത്യന്തം രഹസ്യമായി സൂക്ഷിക്കുന്ന എന്റെ ഒരു രാഗാതുരതയുടെ രഹസ്യമുണ്ടായിരിക്കുമോ? ഞാൻ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അത് ഉണ്ടായിരിക്കുമോ എന്നാ ചോദ്യം. അത് ഏത് വൈദ്യൻ ഏത് ഊഷ്മമാവിനിയിലൂടെ മനസ്സിന്റെ അഗാധതകളിൽ മനസ്സെന്തെന്നുപോലും പഠിക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന ഗർത്തങ്ങളെ, തമോഗർത്തങ്ങളെ എനിക്ക് വെളിയിൽ ഏതൊരുവൻ കണ്ടുപിടിക്കും? ചികിത്സയുടെ എന്താ ഊഹനത്തിന്റെയും അപോഹനത്തിന്റെയും തലം ശാരീരിക പ്രതിഭാസങ്ങളുടെ തലങ്ങൾ വരെ മാത്രം ഈ തമോഗർത്തം ഉണ്ട് എന്ന് സമ്മതമാണ്. ദീസ് ബ്ലാക്ക് ഹോൾസ് അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ ഒരെണ്ണം സൂക്ഷിക്കാത്തവരാണ്. എല്ലാവരും സൂക്ഷിക്കുന്നുണ്ട്. അതിന്റെ അകക്കാമ്പ് പൊളിയുന്ന അത് ശരീരത്തിന്റെ തലങ്ങളിലേക്ക് വ്യാപിച്ചു വർദ്ധിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ ശരീരത്തിൽ നിന്ന് മനസ്സിന്റെ വാതായനങ്ങളിലൂടെ ആ തമോഗർത്തങ്ങളെ കണ്ടെത്തി അവിടെ സംവദിച്ച് പരിഹാരമുണ്ടാക്കുന്ന വൈദ്യൻ. എന്നാ വാഗ്ഭടൻ പറയുന്നത്. ചികിത്സ സുതാര്യമാകുന്നത് ഇവിടെയാണ്. ഇനിയും ഇത് വായിച്ചാൽ പോലും ഒരാവൃത്തി കൊണ്ട് മനസ്സിലാകാതെ വ്യാഖ്യാനിക്കേണ്ടി വരുന്ന തലമുറയാണ് ഈ പുസ്തകം ചുമക്കേണ്ടി വരുന്നതെങ്കിൽ ചന്ദനത്തിന്റെ ഗന്ധമറിയാതെ ചന്ദനം ചുമക്കുന്ന ഗർദഭമെന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ അധികമാവില്ലെന്ന് തോന്നുന്നു. സമ്മതം, സമ്മതം. കാരണവർ പറയുന്ന പൂർണ്ണ സമ്മതം. ആ നിലയിൽ എല്ലാ രോഗത്തിന്റെയും ആവിർഭാവകേന്ദ്രമായ രാഗത്തിന്റെ രജ പ്രവൃത്തി നിർദ്ദിഷ്ടമായ രാഗത്തിന്റെ രാജസത്തിൽ നിന്നാ രാഗമുണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന വികാസ പരിണാമങ്ങള് വാതജങ്ങളും പിത്തജങ്ങളും കഫജങ്ങളുമായ വികാരങ്ങളോട് ബന്ധപ്പെടുത്തി പഠിക്കാൻ. അതെങ്ങനെയൊക്കെയാണ് ആചാര്യന്മാർ കണ്ടത്? പ്രാണാപാന സമാന വ്യാനോദാന പ്രാണഭേദങ്ങളിലൂടെ, പാചകവിത്തത്തിലൂടെ, രഞ്ജകവിത്തത്തിലൂടെ, ഭ്രാജകവിത്തത്തിലൂടെ, സാധകവിത്തത്തിലൂടെ, ആലോചകവിത്തത്തിലൂടെ, ഭേളനെ ഉദ്ധരിച്ചാൽ ബുദ്ധ്യാലോചകവിത്തത്തിലൂടെ, ഈ പദമൊക്കെ കേൾക്കുമ്പോൾ പിത്തം എന്ന് പറയുമ്പോൾ ബയലെന്നൊക്കെ ഓർമ്മ വരുന്നത്. ദൈവം അതൊക്കെ മറക്കണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ബയലും ഈ പിത്തമായിട്ടൊന്നും ബന്ധമില്ല. ഈ പിത്തം വേറെ, മറ്റേ ബയല് വേറെ. 80 വാതജങ്ങളും 40 പിത്തജങ്ങളും 20 കഫജങ്ങളുമായ വിപുല രോഗങ്ങളുടെ പട്ടികകളിലേക്ക് കടന്നു പോകുമ്പോൾ
രോഗസംഖ്യ ആകെ 8 4 12 2 14 140 ഒതുങ്ങിത്തീരും. അതിന്റെ സൂക്ഷ്മമാപിനികളിൽ. നിനക്ക് പഠിക്കുന്ന ഇഷ്ടമാണോന്നറിയില്ല. എന്നെ നിങ്ങൾ വിളിച്ചു, ഞാനിത് എന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോവാ. ഞാൻ ഇതുവരെ ചോദിച്ചില്ല നിങ്ങൾക്കിത് രസിക്കുന്നുണ്ടോന്ന്. കാരണം ഇത് കഭജങ്ങൾ അതില് 20 എണ്ണം, ഇപ്പുറത്ത് 40 എണ്ണം, അപ്പുറത്ത് 80 എണ്ണം. സൂക്ഷ്മത്തിൽ 80, വാതജങ്ങൾ അതിസൂക്ഷ്മങ്ങൾ, അതിസ്ഥൂലങ്ങളായ കഭജങ്ങൾ, ഇടയ്ക്ക് പിത്തജങ്ങൾ. സംജ്ഞാപ്രാധാന്യമൊക്കെ എടുത്ത് നമുക്ക് തൊട്ടുപുറകെ പഠിക്കാം. ഒരു സിംഹാവലോകനം നടത്തിയിട്ട്, സിംഹാവലോകനം എന്നൊരു പുസ്തകവും ഉണ്ട് കേട്ടോ. അതും പറഞ്ഞപ്പോഴാ ഓർത്ത്. നമ്മൾ സിംഹാവലോകനം നടത്തുമ്പോ അവിടെ ആചാര്യന്മാർ സിംഹാവലോകനം ഒരു ഗ്രന്ഥത്തിലൂടെ നടത്തുന്നുണ്ട്. വീരസിംഹാവലോകനം എന്ന പുസ്തകത്തിന്റെ പേര്. എങ്ങനെയാണ് ഒരു പാപം രോഗമായി വരുന്നത്, ഏത് പാപം ഏത് രോഗമായി വരും, അത് ഏത് മുജ്ജന്മകൃത പാപമാണ്, എങ്ങനെയാണ് അതിന്റെ പരിഹാരം എന്നൊക്കെ നിർദ്ദേശിക്കുന്ന പുസ്തകമാണ് വീരസിംഹാവലോകനം. ജ്യോതിഷതന്ത്രങ്ങളുടെയും ആയുർവേദത്തിന്റെയും സമഞ്ജസ സമ്മേളനം കൊണ്ട് പരിപക്വമായൊരു ഐതിഹാസിക കൃതി. പഠിക്കാൻ വളരെയുള്ള രസമുള്ള. ഈ രംഗം എന്ന് പറയുന്നത് വളരെ രസമാണ് പഠിക്കാൻ തുടങ്ങിയാൽ. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെ ഭ്രാന്താന്ന് പറയും. അതുകൊണ്ട് പഠിക്കാതിരിക്കുകയാണ് അല്ലേ. നിങ്ങൾക്കിത് കേൾക്കുമ്പോ തന്നെ തോന്നില്ലേ ഇതൊക്കെ മുഴുവൻ ഭ്രാന്താന്ന്? ഇല്ല, എന്നാ നിങ്ങൾക്കും ഉണ്ടാവും. എന്നാ ഒരാണി പോയ കിറുക്ക് നിങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ ഏതായാലും അങ്ങനൊരു പുസ്തകം കൂടെ ഉണ്ട്, വീരസിംഹാവലോകനം. നമുക്ക് ഏതായാലും നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറിയില്ലെങ്കിൽ ഇത് ഇവിടെ നിങ്ങളെ ഇരുത്തണ്ടേ. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? എനിക്കാണെങ്കിൽ മറന്നു പോകും ഇടയ്ക്ക്. എവിടെ പറഞ്ഞു നിർത്തിയേ? അല്ല, അതിനു മുമ്പ് എവിടെ പറഞ്ഞു നിർത്തിയേ? വാതജങ്ങളും പിത്തജങ്ങളും കഭജങ്ങളുമായ അതില് ഓരോ തലത്തിലും ഇവ എങ്ങനെയാ പ്രവർത്തിക്കുന്ന ഈ രാഗദ്വേഷാദികൾ. രജസ് പ്രവർത്തിപ്പിക്കുന്ന ഈ കാമം അല്ലെങ്കിൽ രാഗം എങ്ങനെ രൂപാന്തരപ്പെട്ട് രോഗമായിത്തീരുന്നു അതറിയാൻ ശ്രമിക്കുമ്പോഴാണ് അവർ ഈ തൂണുകളും പാപങ്ങളും ഒക്കെ പഠിച്ചത്. ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം, വ്യായാമം, 4 തൂണുകളെന്ന് ചില ആചാര്യന്മാര്, ആഹാരം, നിദ്ര, ബ്രഹ്മചര്യമെന്ന് 3 തൂണുകളെന്ന് ചില ആചാര്യന്മാര്. വ്യായാമം അവര് പണ്ട് കാലത്ത് വേണ്ടിയിരുന്നില്ല. കാരണം ജീവിക്കാൻ വ്യായാമം തന്നെയാ ചെയ്യുന്നത്. എന്നാൽ രാജപുരുഷന്മാർ, വൈദികർ, ഇവരൊക്കെ വേണ്ടത്ര വ്യായാമം ചെയ്യാത്തതുകൊണ്ട് അവർക്ക് വേണ്ടിയായി 4ാമത്തെ തൂണും കൂടെ പറഞ്ഞത്. മാത്രമല്ല, രാജപുരുഷന്മാർ, വൈദികർ, സ്ത്രീകൾ മുതലായവരൊക്കെ നിത്യാതുരന്മാരാണെന്ന് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെ നോക്കി പഠിക്കരുതെന്നാണ്. പദം മനസ്സിലായോന്നറിയില്ല. രാജപുരുഷന്മാരും രാജാക്കന്മാരുടെ ജീവിതം പോലെ ആകാൻ ഇഷ്ടപ്പെടരുതെന്ന് അവർ പറഞ്ഞത്. ആരോഗ്യം വേണമെങ്കിൽ. അങ്ങനെ പറയാം. അതുകൂടാതെ അവർ ഈ വേഗങ്ങളെയൊക്കെ നിയന്ത്രിക്കേണ്ടി വരും.
കർത്തവ്യനിഷ്ഠന്മാരായ അവർക്ക് വേഗങ്ങൾക്ക് സ്വച്ഛന്തമല്ലല്ലോ പോക്ക്. വേഗങ്ങൾ സ്വച്ഛന്തമല്ലാത്തവൻ രോഗിയാണ്. വേഗങ്ങൾ എന്ന് പറഞ്ഞാല് ഉദാഹരണമായി പറഞ്ഞാൽ മൂത്രമൊഴിക്കുക, കക്കൂസി പോവുക, പുറത്തേക്ക് സ്രവിച്ച ശുക്ലം സ്വയമേവ പോവുക, ഇങ്ങനെയൊക്കെ വേഗങ്ങൾ ഒത്തിരി ഉണ്ട്. വേർപ്പ് പുറത്തേക്ക് പോവുക, ഇതൊക്കെ ചിലപ്പോൾ പോകാതിരിക്കും മസിൽ പിടിക്കുമ്പം. ഞാൻ മുമ്പ് പറഞ്ഞെന്ന് തോന്നുന്നു. വീടിന്റെ അടുക്കള ക്ലോസറ്റ് കൊണ്ടോ ചേച്ചി മസിൽ പിടിക്കാറില്ലേ? അത് തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു. ഈ വേഗമൊക്കെ സ്വച്ഛന്തമായിരിക്കണം, അറിയാതെ സ്വച്ഛന്തം, പ്രയത്നം കൂടാതെ. ഇപ്പൊ രാജപുരുഷന്മാർക്ക് സ്വച്ഛന്തമാവില്ല. കാരണം മൂത്രമൊഴിക്കാൻ തോന്നുമ്പോഴേ പോയി മൂത്രമൊഴിക്കാൻ പറ്റില്ല. പറ്റുമോ? അമ്പലത്തിൽ എഴുന്നള്ളിപ്പിന് രാവിലെ പറയെഴുന്നള്ളിക്കാൻ ആനപ്പുറത്ത് കയറിയിരിക്കുക വൈദികൻ. ഉച്ചയ്ക്ക് ഇറക്കി എഴുന്നള്ളിപ്പിന് മുള്ളിയാ മതി എന്നല്ലേ പറയുന്നത്. അപ്പൊ അയാൾ നിത്യാതുരനാണ്. സ്ത്രീകള് നിങ്ങൾ പോയി എവിടെയും പൊക്കി പിടിക്കുന്ന പോലെ പിടിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തലയിൽ കയറുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാണാം എല്ലാം വിലംബാ ദഹനെ ഛോട്ടാ ഭായി ഏക് ലൈൻമേ ഖദ്വാർ നിരന്നു നിൽക്കുന്ന കാണാം. സ്ത്രീകൾക്ക് പറ്റുമോ? മനസ്സിലായില്ല. പറ്റിയല്ല. അവരുടെ ലജ്ജ, അവരുടെ ജീവിത രീതി, കാര്യം വിമർശന ലിബറേഷനൊക്കെ വന്നെങ്കിൽ ഇതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, കളിയായിട്ട് പറഞ്ഞതല്ല, അതിന്റെ സിൻസിയർ ടോണി പറഞ്ഞതാണ്. വിമൻസ് ലിബറേഷനൊക്കെ കൊള്ളാം. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു, നേരെ പോയി ആ വഴിയുടെ സൈഡിലോട്ട് നിന്നങ്ങ് കാർന്നന്മാരും ചെറുപ്പക്കാരും ഒക്കെ ഡ്രന്ന് പിടിപ്പിച്ചിട്ടെങ്കിൽ പോരും. അമ്മമാർക്കെല്ലാം അവിടെ പോയി നിന്നുകൊണ്ട് പിടിപ്പിക്കാൻ പറ്റുമോ? നാട്ടുകാർ വിടുവോ? അവരുടെ ലജ്ജ സമ്മതിക്കുമോ? അപ്പൊ അവര് വേഗങ്ങളെ നിയന്ത്രിക്കും. ഓഫീസുകളിൽ പോയാൽ ഓഫീസുകളിൽ കാര്യം ലാട്ടിനൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ സ്ത്രീകൾ അതൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനായിട്ടില്ല. ശരിയല്ലേ? ശരിയല്ലേ? ഇപ്പൊ രാവിലെ പോയിട്ട് വൈകുന്നേരം ഓടി വീട്ടിൽ വന്നിട്ടാണ് മൂത്രം ഒഴിക്കുന്നത്, കക്കൂസി പോകുന്നത്. അത് ആതുരത്വം ഉണ്ടാക്കും. നിത്യരോഗികളായി മാറും. സദാതുരന്മാർ എന്നാണ് അതിന് പറയാ. അത് വേഗം കൊണ്ടാണ്. ഒന്ന് പ്രവൃത്തിയുടെ തലം കൊണ്ട്. സാധാരണ ജനത്തിന് മാത്രമേ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? ആരോഗ്യം എന്നും സാധാരണന്റെ ജന്മാവകാശമാണ്. അത് വേണമെങ്കിൽ സാധാരണനായിട്ട് ജീവിക്കണം. അസാധാരണനായിരിക്കുകയും ആരോഗ്യം വേണമെന്ന് തീരുമാനിക്കുകയും രണ്ടും കൂടെ നടക്കൂല. മനസ്സിലായെന്നറിയില്ല. സാധാരണനാകാൻ. അത് ശരി. വേഗങ്ങള് കളയുന്നത് നോക്കിയാ മാന്യത. ഇതൊക്കെ എതിലെയൊക്കെയാ പോകുന്നതെന്ന് എങ്ങനെയാ പോകുന്നതെന്നൊക്കെ നമുക്കൊക്കെ അറിയില്ല. പിന്നെന്ത് മാന്യത? അവിടെ തമിഴനാ ഭേദം. പറ്റട്ടെ, പറ്റാതിരിക്കട്ടെ, പഠിക്കുന്നത് സുഖമാണല്ലോ. കാരണവരുടെ സംശയം ഇനിയൊരംഗത്തിന് ബാല്യമുണ്ടോ എന്നാണ്. സരസ്വതിയാമം കഴിഞ്ഞതോർത്തുള്ള വിഷമത്തിലാണ്. സാരമില്ല. രസമുണ്ടല്ലേ? രസമുണ്ട്. അപ്പൊ ഏതായാലും നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ പിന്നെയും മറന്നുപോയി. ഇതാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഞാൻ മറന്നുപോകും. പിന്നെ നിങ്ങളൊന്ന് സഹായിക്കണം. അപ്പൊ ആരോഗ്യത്തിന് ആചാര്യന്മാര് ചിലര് ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം,
എന്ന് 3 തൂണുകൾ, ചിലർ 4 തൂണുകൾ. അതിൽ ആദ്യത്തെ ബലിഷ്ഠമായ തൂണായി കാണുന്ന ആഹാരത്തെയാണ്. ഇത് പഠിക്കാൻ പോകുമ്പോ 2ആയിട്ട് പഠിക്കണം. 1 സ്വസ്ഥവൃത്തം, 2 ആതുരവൃത്തം. ആയുർവേദം അവിടെയാ ഊന്നൽ കൊടുക്കുന്നത്. രോഗങ്ങൾ ഇനി വരാതിരിക്കണമെങ്കിൽ എന്തു വേണം? ഈ യാദൃച്ഛികമായി ജീവിച്ച് സ്വസ്ഥനായിരിക്കുന്ന സ്വസ്ഥനുണ്ട്. യാദൃച്ഛിക സ്വസ്ഥൻ. ഭിഷക് സഹായിയായ സ്വസ്ഥനുണ്ട്. സദാ സർവദാ ഒരു ഭിഷഗ്വരന്റെ സാമീപ്യത്തില് തനിക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അപ്പോൾ പരിഹരിച്ചു പോകുന്ന സ്വസ്ഥൻ. തന്റെ സ്വസ്ഥത കേടുവരാൻ സമ്മതിക്കാത്തവൻ. അങ്ങനെ ആരെയും കാണാറൊന്നുമില്ല. തന്റെ പ്രകൃതിജമായ ഗുണങ്ങളൊന്നും കൈവിട്ടില്ല. അതുകൊണ്ട് അന്ധക്കരണത്തിലെ വൈദ്യൻ സദാ സർവദാ ജാഗരൂകനായിരിക്കുന്നത് കൊണ്ട് അകത്തു നിന്നൊരു ശബ്ദം വരും, വേണ്ടാന്ന്. വെളുപ്പാങ്കാലത്ത് ആദ്യത്തെ പകലിന്റെ ആദ്യത്തെ 3-1 ഭാഗം, പകല് 30 നാഴികയാണല്ലേ, അല്ലേ? 10 നാഴിക എന്ന് പറഞ്ഞാല് 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു 6 മുതൽ 10 മണി വരെ കഫപ്രവൃദ്ധമായ സമയമാണ്. സൃഷ്ടിയുന്മുഖമായ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കോശവും സൃഷ്ടിവൈചിത്ര്യങ്ങളുടെ ലോകങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. ദിനത്തിന് വാതപിത്ത കഫങ്ങളുണ്ട്, രാത്രിക്ക് വാതപിത്ത കഫങ്ങളുണ്ട്, മനുഷ്യ ശരീരത്തിന് വാതപിത്ത കഫങ്ങളുണ്ട്, ഓരോ കോശത്തിനും വാതപിത്ത കഫങ്ങളുണ്ട്, ഋതുവിന് വാതപിത്ത കഫങ്ങളുണ്ട്. സമഗ്രമായി പഠിക്കണം. ഒരു ദിനമെടുത്ത് പഠിച്ചാൽ ഈ ആഹാരം, ബ്രഹ്മചര്യം, വ്യായാമം, നിദ്ര ഇവയൊക്കെ പഠിക്കുമ്പോ ദിനചര്യയും ഋതുചര്യയും സദാചാരവും ഒക്കെ ചേർത്ത് വെച്ച് പഠിക്കണം. ആരോഗ്യം വേണമെങ്കിൽ അതിലാ ഒരു ദിനമെടുത്ത് പഠിക്കുമ്പോ അതിന്റെ ആദ്യത്തെ 4 മണിക്കൂർ ഉദയം മുതൽ, ഇപ്പൊ ശരീരം സൃഷ്ടിവൈചിത്ര്യത്തിന്റെ ലോകങ്ങളിലാണ്. ആ സമയത്ത് ആഹാരം കഴിച്ചാൽ പഠനമനുസരിച്ച് ദഹനേന്ദ്രിയ വ്യവസ്ഥ താറുമാറാവും. രാത്രിയുടെ ആദ്യ പകുതിയിൽ ആദ്യത്തെ 1/3 കഴിച്ചാലും കഫപ്രവൃദ്ധമായ സമയമാണ്. പഴയ ആളുകളെ നോക്കിയറിയാം, ഒരു 10 മണി കഴിയാതെ, കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് ഒരു 10 മണി കഴിയാതെ, പണിക്കാരാണെങ്കിലും ആദ്യം പോയി ഒരു കാലിച്ചായ അടിച്ച് പണിത് തുടങ്ങി ഒരു 10 മണിയാകാതെ ആഹാരം കഴിക്കാറില്ല. കാരണം അവർക്ക് ഈ പ്രകൃതിയോടുള്ള ബന്ധം കാരണം അവരുടെ അകത്തുനിന്നുള്ള വൈദ്യൻ പറയും, കുഞ്ഞെ ഇപ്പൊ ഇതൊന്നും അടിച്ചു കയറേണ്ട, ആളുകൾ തരാനുണ്ടാവും.
നിന്റെ ശരീരം കളഞ്ഞുള്ള പണിക്കൊന്നും പോകണ്ട, ഒരു 10 കഴിയട്ടെ. ഇപ്പൊ അറിവുള്ള ആളുകൾ പോലും വെളുപ്പിനെ 5 മണിക്ക് കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യും. ശരിയല്ലേ? അത് 5 മണിക്ക് കഴിക്കുന്ന ചില സാധനങ്ങളുടെ കട്ടിയും കൂടെ ചെല്ലുമ്പം പ്രാതൽ എന്നൊരു പ്രയോഗം തന്നെ, ബ്രേക്ക് ഫാസ്റ്റ് അല്ലേ, അടുത്ത കാലത്തുണ്ടായതാ. അത് വളരെ കട്ടിയുള്ള ആഹാരവും കൂടെ ആയാലോ. ഒരാഹാരം കഴിച്ച് പണ്ട് കാലത്ത് സാധാരണ നല്ല പണിക്കാരൊന്നും വെളുപ്പം കാലത്ത് കഴിക്കാറില്ല. അതെ, കഴിച്ചതുകൊണ്ട് നമ്മൾ കഴിച്ചതുകൊണ്ട് ശാസ്ത്രാവൂല, നമ്മൾ കഴിച്ചതുകൊണ്ട് ശാസ്ത്രാവൂല. ശാസ്ത്രത്തിനനുസരിച്ച് കഴിച്ചാൽ ശാസിക്കുന്നത് അതെ, നമ്മളെ അകത്തിരുന്ന് ശാസിക്കുന്നവൻ ശാസ്ത്രം. ആ ശാസ്താവെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളവൻ, അങ്ങനെ തന്നെ. മറ്റവനെ കാണാനാ പോകുന്നതെങ്കിലും ഇതകത്തൊന്നുണ്ടെന്ന് അറിഞ്ഞാൽ എളുപ്പം. അതാ അവിടെ ചെല്ലുമ്പം കെട്ടും കെട്ടി അവിടെ ചെല്ലുമ്പോ എഴുതിയിരിക്കുന്നത് തത്വമസിന്ന്. അപ്പൊ അതുകൊണ്ട് എവിടെ പറഞ്ഞു നിർത്തിയേ? ഈ ആദ്യത്തെ 4 മണിക്കൂർ കൊണ്ട് പണ്ട് കഴിക്കാറില്ല. കഴിക്കുകയാണെങ്കിൽ തന്നെ ലളിതമായി കഴിക്കുക. വടക്കേ ഇന്ത്യക്കാരൊക്കെ ജലപാൻ എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കുക. ആ സമയത്ത് മറ്റേ വെള്ളം കുടിക്കുകയല്ല, വടക്കേ ഇന്ത്യ വെള്ളം കുടിക്കുന്ന പറഞ്ഞാൽ നാളെ വരുന്നാൽ പിന്നെ അതായേക്കാം, രാവിലെ ആദ്യം തന്നെ മുങ്ങിയേക്കാം. അല്ല, ഒരു 10 മണിയാകുമ്പോൾ 10 മണി കഴിയുമ്പോഴാണ് അവർ ആഹാരം കഴിക്കുന്നത്. ഉച്ചയ്ക്കല്ല, 12 മണിക്കും 2 മണിക്കൊന്നും അല്ല. അപ്പോ കഴിച്ച ആഹാരത്തിന്റെ അംശങ്ങളൊന്നും പാകമാകാൻ ഇനി ഇല്ലാതിരിക്കുക. ജീർണം ആയ അജീർണമായ പദാർത്ഥങ്ങൾ അവിടെ ഇല്ലാതിരിക്കുക. അജീർണനായിരിക്കുമ്പോൾ കഴിക്കാതിരിക്കുക. 2 സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിക്കുക. 2 നേരെ കഴിക്കാറുള്ളവര് മാക്സിമം ഇത് 1 നേരം മതി. നമ്മളൊക്കെ നേരം തന്നെ ഇല്ല. ക്ലാസ് കേൾക്കാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ കയറി ഹോട്ടലിൽ നിന്ന് 2 മസാല ദോശ അടിച്ചു. ഇത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ 2 കൂടെ അടിക്കണം. ഇഡ്ഡലി അടിച്ചല്ലേ? അത് ശരി. ഇവര് മസാല ദോശ അടിച്ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഇഡ്ഡലി ആയിരിക്കും അടിച്ചേ, കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ആഹാരം, എങ്ങനെയുള്ള ആഹാരം, എപ്പോൾ, എത്ര കഴിക്കണം, ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ ആഹാരം കഴിക്കുമ്പോൾ എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇതൊക്കെ ആലോചിച്ച് കഴിയും. ഇല്ല, കാരണം വെച്ചാല് ശീലം കൊണ്ട് കൃത്യസമയം പാലിക്കുമ്പോൾ സ്രവങ്ങളും അതിനനുസരിച്ചാണ് വരിക. അങ്ങനെ ശരീരത്തെ ട്യൂൺ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോ ആരോഗ്യത്തിന് വളരെ ഉപോത്ബലകമാകുമാറൊരു ജീവിതം ഉണ്ടാവും. ഇന്നതല്ല, ഇന്ന് കഴിക്കുന്നതിന് കൃത്യതയില്ല. ഇന്ന് കഴിക്കുന്ന അളവല്ല നാളെ കഴിക്കുന്നത്. കഴിക്കുന്ന സമയത്തിന് ക്ലിപ്തതയില്ല.
അളവിൽ ക്ലിപ്തതയില്ല, സമയത്തിൽ ക്ലിപ്തതയില്ല, എന്തൊക്കെ കഴിക്കണമെന്ന് ക്ലിപ്തതയില്ല. അതിനൊക്കെ നിയമങ്ങളുണ്ട്. സൂക്ഷ്മങ്ങളായ നിയമങ്ങളുണ്ട്. ആഹാരം മാത്രം എടുത്ത്, അന്നം മാത്രം എടുത്ത് പഠിച്ചാൽ ഒരു 10-60 ദിവസം സുഖമായി ഈ ക്ലാസ് കൊണ്ടുപോകാൻ മാത്രം അന്നപ്രശംസയും അന്നപഠനവുമുണ്ട് ആയുർവേദത്തിൽ. വിസ്താര ഭയം കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്നിരുന്നാലും ഏറ്റവും നല്ല ആഹാരം ഒരു ഋതുവിൽ കഴിയുമ്പോൾ ആ ഋതുവിൽ ആ ദേശത്ത് വളരുന്ന ആഹാരമാണ്. ആഹാര സ്വയം പര്യാപ്തത ആരോഗ്യത്തിന്റെ അസ്ഥിവാരമാണ്. അങ്ങനല്ലേ അതിന് പദം? സ്വയം പര്യാപ്തത എന്നല്ലേ പറയാ. ഞാൻ ജീവിക്കുന്ന ആ ദേശത്തിന്റെ വാതികങ്ങളായ വൈത്തികങ്ങളായ കഭജങ്ങളായ വികാരങ്ങൾക്കനുസരിച്ചുള്ള ചെടികളും ലതാദികളുമൊക്കെയാണ് ആ മണ്ണിൽ വളരുന്നതെന്നുള്ളത് കൊണ്ട് അവയും ഞാനുമായുള്ള പാരസ്പര്യത്താൽ, ത്രിദോഷ പാരസ്പര്യത്താൽ, ദോഷം എന്ന് പറയും, ശരീരം ദോഷ ധാതു മലമൂലമാണ്. ദോഷങ്ങൾ, ധാതുക്കൾ, മലം, ഇത്രയും ഇതിനകത്തുള്ളത്. ഇത് പെടാത്തൊന്നുമില്ല. നേരത്തെ പറഞ്ഞു, കഴിക്കുന്ന ആഹാരം അകത്തിയെന്നാല് ജഡരാഗ്നിയിൽ പചിച്ച് സാരവും കിട്ടവുമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ഡീറ്റെയിലായിട്ട് പറഞ്ഞ. അപ്പൊ ഇങ്ങനെ ദോഷധാതു മലമൂലമായ ഈ ശരീരത്തിന്റെ പ്രക്രിയ, സമയം എന്തായി? 5 മണിയായി. അതുകൊണ്ട് അരമണിക്കൂർ മുമ്പേ നിർത്തണം. കാമണിക്കൂർ മതി. അന്നേരം കാമണിക്കൂർ മതി ക്വസ്റ്റ്യൻ ആൻസർ. കഴിഞ്ഞോടെ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് അത് ശരി. അപ്പോ ദോഷ ധാതു മല മൂലമായ ഈ ശരീരം, ഇപ്പൊ ദോഷങ്ങള് അതാ മുമ്പ് പറഞ്ഞ വാത പിത്ത കഫങ്ങൾ, അവയും ഈ പഞ്ചഭൂതങ്ങൾ തന്നെ. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ ശരീരത്തിന്റെ ഈ ദോഷങ്ങളും പഞ്ചഭൂതങ്ങൾ തന്നെ, ഗുണങ്ങളല്ല. അങ്ങനൊരു ചർച്ചയുണ്ട് ഭേളാദികളുടെ. അതൊക്കെ പുസ്തകങ്ങളിലെ ഈഷദ്ഭേദങ്ങളോടുകൂടിയുള്ള ചർച്ചകളൊക്കെ ഗംഭീരങ്ങളാ. അതൊക്കെ പഠിക്കുന്നതും വളരെ രസമാണ്. നമുക്ക് പഠിക്കുമ്പോ കൂടുതൽ അറിവ് കിട്ടുമെന്നല്ലാതെ അവ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥമില്ല. അപ്പൊ ആ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ആഹാരം വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഏറ്റവും നല്ല ആഹാരം ഞാൻ ജീവിക്കുന്ന ദേശത്ത് പ്രകൃതികമായുണ്ടാകുന്നത് 1-ാം തരം, അവിടെ വിളയിച്ചെടുക്കുന്നത് 2-ാം തരം, വെളിയിൽ നിന്ന് കൊണ്ടിരുന്നത് അധമം. ഇങ്ങനെയാണ് അതിന്റെ കണക്ക്. അതിലും ഈ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോ അല്പം യുക്തി വ്യപാശ്രയം വേണമെന്ന് ആചാര്യന്മാർ പ്രത്യേകം പറയും. കാരണം ഈ ആഹാരങ്ങള് ദിനസരിയില്, ഋതുവില്, ഋതുസന്ധ്യയില്, ഋതുവും ഋതുസന്ധ്യയുമുണ്ട്. ഋതു എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും. വസന്തം, ഗ്രീഷ്മം, ശരത്ത്,